ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റോഡ് വീഡിയോ നമ്മൾ ഇവിടുന്ന് കൊല്ലം ബൈപ്പാസിലെ റോഡ് പണി കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകും. ഇന്നത്തെ വീഡിയോ നമ്മളിപ്പം മേവറത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഴുതിയിരിക്കുന്നുണ്ടോ കൊല്ലം ബൈപ്പാസ്. അപ്പോൾ കഴിഞ്ഞ ആ വീഡിയോയിൽ നമ്മൾ മേവറം ഇവിടം വരെയുള്ള കാഴ്ചകളാണ് കണ്ടത്, ചാത്തന്നൂരിൽ. ഇന്ന് കൊല്ലം ബൈപ്പാസിലെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ മേവറത്ത് കയറുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അണ്ടർപാസ് പണിയൊക്കെ പൂർത്തീകരിച്ചു, കോൺക്രീറ്റൊക്കെ ചെയ്തു. അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല. ഇവിടെ കുറച്ച് ഇഴഞ്ഞ് പോവുകയാണ് ഈ ഭാഗത്ത്. ഇപ്പം പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ്, അണ്ടർപാസിൽ കൂടിയാണ് റോഡുകൾ പോകുന്നത്, കൊട്ടിയത്തേക്കുള്ള റോഡ് വാഹനങ്ങൾ പോകുന്നത്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായി മണ്ണിട്ട് ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മണ്ണ് കുറച്ച് ലേറ്റായാലും പിന്നെ പണിഞ്ഞിട്ട് പിന്നെ പൊളിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലോ മലപ്പുറത്ത് പോലെ. അവരെ വീഴ്ചയാണ്, അല്ലാതെ നിർമ്മാണത്തിൽ ഈ രീതിയിൽ കെട്ടിപ്പൊക്കുന്നത് എന്താണ് കിടന്ന് ഓണടിക്കുന്നത്? നമ്മളെല്ലാം പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ, എന്താണ് ഇത്ര കഴപ്പ്? എന്ത് ഹോണുണ്ടെന്ന് അറിയുകയാണ്. അപ്പം പറഞ്ഞത് ഇതേപോലെയാണ് നാഷണൽ ഹൈവേയിലൊക്കെ പല റോഡുകളും ഇതേപോലെ അണ്ടർപാസിലൊക്കെ കെട്ടി ഉയർത്തുന്നത്. അതൊരു പ്രശ്നമില്ല, പക്ഷെ അതിൽ നല്ല ശ്രദ്ധാപൂർവ്വം നിർമ്മാണം നടത്തണം. അത് പിഴവ് പറ്റിയ ഇതേപോലെ അപകടങ്ങൾ ഉണ്ടാവും, പൊളിഞ്ഞു വീഴും. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പോട്ട് വരും. അപ്പം ഇവിടെ സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മെയിൻ റോഡിൽ റോഡിൻ്റെ നിർമ്മാണമൊക്കെ ടാറിങ്ങൊക്കെ പൂർത്തിയായി. അവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ സാധനങ്ങളൊക്കെ, നിർമ്മാണ സാമഗ്രികളൊക്കെ വെച്ചിരിക്കുകയാണ്. വാഹനങ്ങളെ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. അൽഷേബ കുഴിമന്തിയുടെ ഫ്രണ്ടാണ്. ഇപ്പോൾ അൽഷേബ ഫ്രണ്ടിൽ കൂടെയാണ് റോഡ്. അപ്പോൾ ലുക്കായി കേട്ടോ കുഴിമന്തി കട. ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ആ ഹോട്ടൽ ഹയാത്ത് ഉണ്ടായിരുന്നു. ഹയാത്ത് പൂട്ടിയിട്ട് കുറേ നാളായി. ഇപ്പോൾ വേറെ എവിടെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. നാളെ തൊട്ട് സൊമാറ്റോ ഓടാൻ ഇറങ്ങണം. കൊല്ലത്ത്, തൃശ്ശൂരായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് ഓടിത്തുടങ്ങപ്പം ആ സൊമാറ്റോ വ്ളോഗും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ട്രാവൻകൂർ മെഡിസിറ്റി. ഇവിടെ ഞാനൊരു അണ്ടർപാസ് പ്രതീക്ഷിച്ചു. ഇവിടെ അണ്ടർപാസ് ഇല്ല, തൊട്ടപ്പുറത്താണ് അണ്ടർപാസ്. ഇവിടെയാണ് NSൻ്റെ ആയുർവേദ ഹോസ്പിറ്റലും കണ്ടില്ലേ, ട്രാവൻകൂർ മെഡിസിറ്റി. തൊട്ടടുത്താണ് ഒരു അണ്ടർപാസ് വരുന്നത്. വലിയ അണ്ടർപാസ്സാണ് കേട്ടോ. പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ്. അവിടുത്തെ അണ്ടർപാസിൻ്റെ പണി അങ്ങ് പൂർത്തീകരിച്ചു. ഇനി ഇതേപോലെ ഈ റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഫുട്പാത്തിൽ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ഭാഗത്ത് ഈ കൈവരിയൊക്കെ കെട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ ഓടയും റോഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുവഴി വാഹനങ്ങൾ പോകാനുള്ളതാണ്. അത് നടക്കാനുള്ളതോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളതോ അല്ല ഈ ഓട. നടക്കാൻ ഇതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ഭാഗം, വളരെ കുറച്ച് ഭാഗമായിട്ടുള്ള ഫുട്പാത്ത് കാണും. എല്ലായിടത്തും ഫുട്പാത്ത് കാണും. ചിലടത്ത് വളരെ ചെറിയ ഫുട്പാത്തായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ വളരെ ചെറിയ ഫുട്പാത്തായിരിക്കും. അതുവഴി പോകാൻ ശ്രമിക്കുക. ഈ ഓട എന്നുള്ളതും റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വീതിയുണ്ട് കേട്ടോ. അപ്പുറത്തൊരു റോഡുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർപാസ്. വളരെ മികച്ച വലിയൊരു അണ്ടർപാസൊക്കെ നിർമ്മിക്കുന്നെങ്കിൽ ഇങ്ങനെ നിർമ്മിക്കണോടെ, കുറച്ചും കൂടെ പൈസ ചിലവഴിച്ചൊക്കെ അല്ലേ? കാണാൻ തന്നെ ഒരു ഭംഗി, ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇവിടെയൊക്കെ കുറച്ച് ഡിലേ ആണ് ഈ ഭാഗത്തൊക്കെ നിർമ്മാണം കേട്ടോ. ഞാൻ ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചു. ഇവിടെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാരിപ്പള്ളി, ചാത്തന്നൂർ, ഇത്തിക്കര അവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചു. ഏകദേശം 80-90% വർക്ക് പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം പാലത്തറ NS ഹോസ്പിറ്റൽ കഴിഞ്ഞുള്ള ഭാഗത്തെ കാഴ്ചകളാണ്. ഇതേപോലെ സർവീസ് റോഡിൻ്റെ അപ്പുറത്താണ് വാഹനങ്ങൾ ഓപ്പോസിറ്റ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല വീതി, ഇവിടെ കുറച്ച് ഭാഗത്ത് നല്ല വീതിയുണ്ട് സർവീസ് സെൻറ്റർ. നമ്മളിപ്പോൾ അയത്തിലെത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ചെറിയ പാലം വരുന്നുണ്ട്, ചെറിയ തോട് ഇതുവഴി പോകുന്നുണ്ട്. അവിടുത്തെ പാലത്തിൻ്റെ പണി പൂർത്തിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തെ കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് ആ എക്സൈറ്റ്മെൻറ്റാണ്. പാരിപ്പള്ളി ഭാഗത്തൊക്കെ അടിപൊളി നിർമ്മാണം നല്ല രീതിയിലാണ് നടന്നത്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയൊക്കെ പാലത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ.
ഇവിടെയും ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പണി പൂർത്തിയായി. ഇനി ഇവിടെയൊക്കെ റോഡ് കെട്ടി ഉയർത്തണം. അതിൻ്റെ പണി നടക്കുകയാണ്. ഓക്കെ, 2 ഭാഗത്തെ പാലത്തിൻ്റെ പണി. ഇനി അവിടെ റോഡ് കെട്ടി വാഹനങ്ങൾ കയറ്റി വിട്ടിട്ട് വേണം ഇവിടെ പണി നടത്താൻ. നമ്മൾ അയത്തിൽ എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അയത്തിലോട്ട് എത്തുമ്പോൾ ഇവിടെ മെയിൻ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 2 സൈഡിലെ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തി വിട്ടിരിക്കുന്നത്. അയത്തിൽ മേൽപ്പാലം വരുന്നുണ്ട്, ഒരു പാലം. അത് കഴിഞ്ഞിട്ട് തോടിൻ്റെ പാലം, മേൽപ്പാലം ഉണ്ട്, ഒരു അണ്ടർപാസ് പിയറിൽ വരുന്ന. അത് കഴിഞ്ഞ ഉടനെ തോട് വരുന്നുണ്ട്. അപ്പോൾ ആ തോടിലേക്കുള്ള പാലവും ഈ അണ്ടർപാസിൻ്റെ പാലവും എല്ലാം കൂടി ഒരുമിച്ചാണ് അവിടെ വരുന്നത്. ആ കാഴ്ച നമുക്ക് കാണാം. അതിൻ്റെ പണി ഒരു സൈഡിലെ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ പണി പൂർത്തിയായിട്ട് കാണുന്നുണ്ട്. മറുഭാഗത്ത് ഗട്ടറുകൾ സ്ഥാപിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. കാരണം ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ആയൂർ കൊല്ലം റോഡാണ് കേട്ടോ. നല്ല റഷുള്ള റോഡാണ്. പണികൾ വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാ പിയറും നിർമ്മാണം പൂർത്തിയായി, ഗട്ടറുകളും സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അണ്ടർപാസ്. അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഒരു തോടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് പുതിയ പാലത്തിൽ കൂടിയാണ് കേട്ടോ. പുതിയ പാലം പണിഞ്ഞ് സർവീസ് റോഡ് വഴിയാണ് വാഹനം കടത്തി വിടുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. തോടിനും പാലം ഉയർത്തിയിട്ടാണ് കേട്ടോ. അതിന് വിശാലമായൊരു പാലമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഫുള്ള് സർവീസ് റോഡ് വഴിയാണ്, ബൈപ്പാസിൽ കയറിയിട്ട് ഫുള്ള് സർവീസ് റോഡ് വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിലെ പണി ഒരുപാട് ബാക്കിയുണ്ട്. പണികൾ മുടങ്ങിയിട്ടില്ല, നടക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ മഴക്കാലമായതിനെ കൊണ്ടായിരിക്കും ഒരു സ്ലോ. ഇതിനേക്കാളും ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. കൊല്ലം ബൈപ്പാസിൽ 8 മാസത്തിനിടയിൽ ഇതിനേക്കാളും വലിയ പണികൾ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷ അത്ര പണികളൊന്നും നടന്നിട്ടില്ല. പക്ഷെ പണികൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അയത്തിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി ഉണ്ട് മെയിൻ റോഡിലേക്കുള്ള. അതൊന്ന് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട്, ഇവിടെയൊക്കെ റോഡ് നിർമ്മാണം പൂർത്തിയായതായിരുന്നല്ലോ. ഓക്കെ, ഇവിടെ അയത്തിൽ കഴിഞ്ഞ് നമ്മൾ കല്ലുംതാഴത്തേക്ക് എത്തുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണം പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ അയത്തിൽ കഴിഞ്ഞ് കല്ലുംതാഴ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ മെയിൻ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത്. ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മേളിൽ പുതിയ പാലമോ, പാലത്തിൻ്റെ പണി കഴിഞ്ഞോ? ഓ എന്തോ വലിയ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടല്ലോ. ഓ, റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു പെഡസ്ട്രിയൽ അണ്ടർപാസ് ഉണ്ട് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ചെറിയ വാഹനങ്ങൾ, ചെറിയ കാറ്, ചെറിയ ബൈക്കൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് പെഡസ്ട്രിയൽ അണ്ടർപാസ്സാണ്, ചെറിയൊരു അണ്ടർപാസ്സാണ്. ഓക്കെ, നമ്മൾ കല്ലുംതാഴം എത്തുന്നതിന് മുമ്പ് ഓപ്പോസിറ്റുള്ള വാഹനം മെയിൻ റോഡിൽ കൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. നമ്മൾ വന്നത് സർവീസ് റോഡ് വഴിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള വാഹനങ്ങൾ മെയിൻ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. വാവ്, മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പുതിയ പാലം പണിയണം. ആ പാലത്തിൻ്റെ പണി സ്റ്റീൽ പാലമാണോ അവിടെ? ഹായ് പോലീസ്. നമുക്ക് ബാറ്ററി ചാർജ് ഇല്ല കേട്ടോ. ഓ
അടിപൊളി പാലമാണല്ലോ ഇവിടെ വരുന്നത്. സ്റ്റീലിലെ പാലമാണ് കേട്ടോ, ഉരുക്കിലെ പാലമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിവിടെ ഇവിടെ നിർമ്മാണം വെച്ച് നടന്നിട്ട് ഇപ്പുറത്തോട്ട് നീക്കി വയ്ക്കും അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു തന്നെ. വലിയ ഉരുക്കിൽ വരുന്ന പാലമാണ് കേട്ടോ, കല്ലുംതാഴം റെയിൽവേ മേൽപ്പാലത്തിന് വരുന്ന പാലമാണ് കേട്ടോ. ഇതിവിടെ നിർമ്മാണം പൂർത്തിയായിട്ട് വലിയ ക്രെയിൻ ഉപയോഗിച്ച് അപ്പുറത്തോട്ട് എടുത്തങ്ങ് വെക്കും, മനസ്സിലായില്ലേ? അപ്പോഴ് ട്രെയിൻ ഗതാഗതത്തിന് വലിയ രീതിയിൽ ബാധിക്കില്ല. എൻ്റെ അമ്മോ, ഇത് ഹൗറ പാലം പോലെ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട വെസ്റ്റ് ബംഗാളിലെ ഹൗറ പാലത്തിൻ്റെ ഒരു സ്റ്റൈൽ അല്ലേ. ഒമ്പം പാലം, ഉരുക്ക് പാലം. നമ്മളിപ്പം നേരെ കാണുന്നത് കല്ലുംതാഴം അണ്ടർപാസാണ്. ഇതിപ്പോൾ 6 വരി പാതയുടെ വീതി ഉണ്ടെന്ന് തോന്നല്ലേ? യെസ്, വാട്ടേ വലിപ്പം. മോനെ 3 വരിയാണ് 6 വരി പാത. ഇതെവിടെ നിന്ന് കയറിയുന്ന വണ്ടി? അപ്പോൾ നമ്മൾ കല്ലുംതാഴത്തെ കാഴ്ചകളാണ് കാണുന്നത്. കല്ലുംതാഴത്തെ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് ഇനി റോഡ് പണി ബാക്കിയുണ്ട്, മണ്ണിട്ട് ഉയർത്തണം. അതാ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ അതിൻ്റെ കൂടെ ഒരുമിച്ച് ഇവിടെ പണിയാൻ പറ്റൂ. മേൽപ്പാലത്തിൻ്റെ പണി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അടിയിൽ കൂടെ വാഹനം കടത്തി വിട്ടുന്നതിനെ കൊണ്ട് വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നില്ല. എന്നോ ഹൈറ്റോടെ ഇത്, ഇത്രയും ഹൈറ്റ് കഴിപ്പോഴേ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം പണിയാൻ കേട്ടോ. എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ, ഈ മണ്ണിട്ട് ഉറപ്പിക്കുന്നതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ വലിയ, എൻ്റെ അമ്മോ ഇതെന്തോടെ ഇത്, എൻ്റെ പൊന്നോ, ഇതെന്താ ഇത് ഇത്രയും ഉയർച്ച? അതെങ്ങനെ? എൻ്റെ അമ്മോ, ഇത്രയും ഉയർച്ച വരുമ്പോഴും ഇവിടെ ഇത്രയൊന്നും കെട്ടിപ്പൊക്കരുത് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തൂണിൽ വേണമെന്ന്, പിയറിൽ വരണം കുറച്ചും. ഇത്ര ദൂരം ഇത്രയും ഇതെന്തോടെ ഇത് വേണ്ടിട്ട് പേടിയാവും. ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലടെ കെട്ടി. ഇതെന്താ എൻ്റെ അമ്മോ, തിൽമാല തുല്യനിയല്ലേ ചായൻ്റെ, പിന്നല്ലാതെ എന്ത് പറയാനാണിത്? ഇത്രയും ദൂരത്തിലാണ് ഇവിടെ പാലം പണിയുന്നില്ലേ നല്ലത്. നമ്മളെ സുരക്ഷയ്ക്കും ഒരു കാണാൻ നല്ല ഭംഗിക്കും എല്ലാം കൊണ്ടും കുറച്ച് പണാധികം വേണ്ടി വരും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി, ഇത്ര ഹൈറ്റൊന്നും കുഴപ്പമില്ല. ഈ ഹൈറ്റിലൊക്കെ ഈ വാളിങ്ങനെ കെട്ടിപ്പൊക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ വീഡിയോയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, ഭയങ്കര പൊക്കം. ഒരു 4 നില കെട്ടിടത്തിൻ്റെ, 4 നിലയ്ക്ക് മേളി 5 നില കെട്ടിടത്തിൻ്റെ ഉയർച്ച. ഇവിടെ ഒരു പെഡസ്ട്രിയൽ അണ്ടർപാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ല ചെറിയൊരു അണ്ടർപാസ്. ഇനി കൊല്ലം ബൈപ്പാസിലെ പാലങ്ങളുടെ പണിയൊക്കെ എവിടം വരെ ആയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി കുറച്ച് ദൂരത്തേക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വർക്കുകൾ പൂർത്തിയായ ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്പീഡിന് ഓടിച്ച് പോവാം. ഇവിടെ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ, കൊല്ലം ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ്. ഈ പാലത്തിൻ്റെ പണി എവിടം വരെ, പുതിയ പാലത്തിൻ്റെ പണി എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മെയിൻ റോഡിലേക്ക് ഒരു എൻട്രി ഉണ്ട്.
ഓക്കെ, പഴയ പാലത്തിൻ്റെ ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് 6 വരി പാതയിലാണ്, 6 വരിയിലാണ് പാലം വരുന്നത് കേട്ടോ. ഈ രീതിയിലാണ്. ഓ, പാലം പണി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേ പാടല്ല, കടവൂർ പാലല്ലേ. അപ്പം കൊല്ലം ബൈപ്പാസിലേക്ക് കയറിയിട്ട് വലിയ പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കൈവരി, അപ്പുറത്ത് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ, ഏറ്റവും അപ്പുറത്ത്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. മുമ്പേ ഇവിടം വരെ ഉള്ളായിരുന്നു 2 വരി പാലം, ഇവിടം വരെ ഉള്ളായിരുന്നു. അപ്പോൾ മറ്റേ പാലത്തിൻ്റെ ഭാഗവും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ 3 വരി പാതയാക്കുന്നത് കേട്ടോ. വീതിയിലൊന്നും കുറവുണ്ടാവില്ല. അതിനും കൂടെ ചേർന്നിട്ടാണ് മറ്റേ പാലം വന്നത്. അപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. വാവ്, ഇത്രയും പണി പുരോഗമിച്ചു. ഇതാണ് ഹിമാലയ കമ്പനി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. കണ്ടോ, ഞാനിവിടെ നിന്ന് 8 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്ത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് അങ്ങേയറ്റത്ത് കുറച്ച് ഗഡറുകൾ വെച്ചിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുക, 8 മാസം കൊണ്ട് ഗഡർ കംപ്ലീറ്റ് വെച്ച് തീർന്നു. കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. പാലത്തിൻ്റെ പണി ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. പഴയ കൈവരി ക്രാഷ് ബാരിയർ പൊളിച്ച് മാറ്റിയിട്ടിട്ട് പാലത്തിൻ്റെ വീതിയും കൂട്ടുന്നുണ്ട്. നമ്മളിപ്പം പോകുന്നതും പുതിയ പാലമാണ് കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നിർമ്മാണം പൂർത്തിയായിട്ട് ഒരുപാട് പഴക്കമൊന്നും ആയിട്ടില്ല. പുതിയ പാലമാണ്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ പാലത്തിൻ്റെ വീതി എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ വീതി കൂട്ടാനൊക്കെ പറ്റുമായിരുന്നല്ലേ പാലം. അപ്പം നമുക്കിവിടെ പാലം വീതി കൂട്ടുന്നത് കാണാൻ സാധിക്കും. അല്ല, ഇതാണ് ഈ പാലത്തിൻ്റെ എൻഡ്, മറ്റേ പാലത്തിൻ്റെ എൻഡ്. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്നുണ്ട്. കോൺക്രീറ്റ് വരും. ഈ പാലത്തിൻ്റെ തൂണും ഇതുകൊണ്ട് ഇത്രയും പഴക്കാൻ ചെന്നിട്ടും ഇങ്ങനെ കമ്പിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കൊല്ലം ബൈപ്പാസിലെ പാലത്തിലെ കാഴ്ച. ഇനി നമ്മൾ ഇതേപോലെ വലിയൊരു പാലമാണ് കടവൂർ പാലം, അല്ല കാവനാട് പാലം. അപ്പോൾ കാവനാട് പാലത്തിൻ്റെ പണി അവിടം വരെ ആയി നമുക്ക് പോയി നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ മുമ്പോട്ടുള്ള കാഴ്ചകളും കാണാം. ഇതേപോലെയാണ് ഇവിടെ ജോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, 2 പാലത്തിൻ്റെ ഇടയിൽ വലിയൊരു സ്റ്റീല് വരും. റെയിൽവേ ലൈൻ പോലെ 2 സ്റ്റീല് വരും. അതും തമ്മിൽ വെൽഡ് ചെയ്യും. അതിനുശേഷമാണ് കോൺക്രീറ്റ് വരുന്നത്. സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ. ഞാൻ സർട്ടിഫൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ആണ്. ഹിമാലയ കമ്പനി എന്നൊക്കെ പറയുന്നത് ഞാനൊരു കമ്പനിയെ ഉയർത്തി പറയത്തില്ല കേട്ടോ. ഞാൻ മലപ്പുറത്തെ KNRC കമ്പനിയെ ഉയർത്തി പറഞ്ഞ് പിറ്റേ ആഴ്ചയാണ് അവിടെ പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് അവിടെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട്, ഒരു ഫുട്പാത്ത് പോലെ. ആ പാലത്തിൻ്റെ അങ്ങേയറ്റം കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ നല്ല വെളിച്ചത്തിൽ കാണാമായിരുന്നു. ഇതിപ്പം സൂര്യൻ ഇവിടെയാണ്. ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയും റോഡിൻ്റെ പണി ഇങ്ങനെ സെറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഹിമാലയ കമ്പനി സൂപ്പർ കമ്പനി. അവിടെ മലപ്പുറത്ത് KNRCയുടെ കമ്പനി, അത് അവിടെ അത്രയും ഭാഗം നിർമ്മാണം നടത്തിയതിൽ പോരായ്മയാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ നിർമ്മാണം നടത്തുന്നത് പലയിടത്തും നിർമ്മാണം നടത്തുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും വെള്ളം കെട്ടും നീരൊരുക്കും ഒക്കെ കൂടി പരിഗണിക്കണമായിരുന്നു. പക്ഷെ അവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്ന വട്ടപ്പാറ വയഡക്റ്റ്, അത് കണ്ട ആ കമ്പനി നമ്മൾ ആരും കുറ്റം പറയത്തില്ല. അമ്മാതിരി നിർമ്മാണമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അത് പോയി കണ്ടാലേ മനസ്സിലാവും. മേളിൽ കൂടെ പോയിട്ട് കാര്യമില്ല, അടിയിൽ കൂടെ ആ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ അടിയിൽ കൂടി നിങ്ങളൊന്ന് പോകണം. എങ്കിലും ആ നിർമ്മാണത്തിൻ്റെ ആ ഗാംഭീര്യം നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇപ്പം നമ്മൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഈ സർവീസ് റോഡിലൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതിനു മുമ്പ് മേളിൽ കൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് മാറി അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയായി അതുവഴിയാണ് വാഹനങ്ങൾ കടന്നത്. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ലൂസ്ഡ്. ഇത് എപ്പോഴും ഗ്ലാസ് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുസരണയില്ലാത്ത കുരുക്ക്. അപ്പോൾ ഇതാണ്
ഇവിടുത്തെ. അപ്പോൾ കടവൂർ അണ്ടർപാസ് ഇങ്ങനെയാണ് കേട്ടോ, വിശാലമായ അണ്ടർപാസ്. നമ്മൾ കടവൂർ അണ്ടർപാസിൻ്റെ അടിയിലേക്കാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി ഉയരണം, ഇത്ര ഉയരണം, ഇവിടെ മണ്ണിട്ട് ഉയർത്തണം. അപ്പോൾ എന്തുമാത്രം ഉയരും ഈ ഭാഗത്ത്, എൻ്റെ അമ്മോ, ഇതിൻ്റെ ഇരട്ടി ഇനി ഉയരണം. ഇത്ര ഉയർന്നാൽ മാത്രമേ ഈ റോഡ് ഇതുമായിട്ട് ലെവലാവും. ഒരുപാട് ഭയങ്കര ഉയർച്ച. നമ്മൾ കല്ലും താഴത്ത് കണ്ടതിനേക്കാളും ഉയരും ഈ ഭാഗത്ത്. കല്ലും താഴത്ത് എന്തോടെ കെട്ടി വെച്ചേക്കുന്നത്, അൺബിലീവബിൾ. മഴ ഇപ്പം പെയ്യുന്നു കേട്ടോ. എൻ്റെ ഗോപ്രോയുടെ ചാർജ് കയറുന്നു, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിയെ ചാർജ് കയറുന്നുള്ളൂ. ഞാൻ ചാർജ് ചെയ്ത സമയം നോക്കും. അപ്പോൾ നമ്മൾ കടവൂർ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ ബൈപ്പാസിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ബാക്കി മെയിൻ റോഡിൽ പലതും പണികൾ നടക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് ഭാഗത്തു കൂടിയാണ് നമ്മൾ മെയിൻ റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും വന്ന് മെയിൻ റോഡിൽ കയറുകയാണ്. ഇവിടെയൊക്കെ നിർമ്മാണം ഒരുപാട് ബാക്കിയുണ്ട്. ഇത് പഴയ റോഡാണ്. ഈ റോഡിൻ്റെ നിർമ്മാണം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊല്ലം ബൈപ്പാസിൽ പറയുകയാണെങ്കിൽ പണികൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്, ഒരുപാട് ബാക്കിയുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നീരാവിൽ എന്ന് പറയുന്നൊരു ചെറിയ പാലമുണ്ട്, അതിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ആ പാലത്തിൻ്റെ പണിയൊക്കെ ഓൾറെഡി ഇതിന് മുമ്പേ പണി പൂർത്തിയായിട്ടാണ്. അതിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, റോഡിൻ്റെ പണി പൂർത്തിയായതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുമ്പേ നിലവിലുണ്ടായിരുന്ന പഴയ പാലം പുതിയ പാലവുമായിട്ട് കൊളാബ് യോജിപ്പിച്ച് ആറൂരി പാതയായിട്ടാണ് രണ്ട് പാലം വരുന്നത്. പഴയ പാലം ഇത്രയേ ഉള്ളായിരുന്നു, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. നമ്മൾ മുമ്പേ കണ്ടില്ല. മഴ പെയ്യുന്നു. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പോയി വീഡിയോ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ ഇവിടെ അണ്ടർപാസൊക്കെ പൂർത്തിയായത് പൊളിച്ചാ വീണ്ടും. ഇത് പൂർത്തിയായതല്ലായിരുന്നു അവിടെ, അത് പൂർത്തിയായില്ലേ? ഒന്നും പുരിയില്ലേ? ഇവിടെ അണ്ടർപാസ് പൂർത്തിയായതല്ലേ? അതല്ലായിരുന്നോ? അത് പുതിയതായിട്ട് പണിയാണോ? എന്ത് പറ്റിയടേ? ഇവിടെ അണ്ടർപാസ് പൂർത്തിയായതാണ് അല്ലേ? ആണോ? അല്ലേ? ആണല്ലോ. എൻ്റെ മേളിൽ കൂടെ ഒക്കെ ഞാൻ മോളിൽ കൂടെ ഒക്കെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അതെന്താ ഇത് പൊളിച്ചതാണോ? പൊളിച്ച ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. കമ്പി പുതിയതുപോലെ ഇരിക്കുന്നല്ലോ. കമ്പിയിൽ കോൺക്രീറ്റ് പറ്റിയതായിട്ടൊന്നും അറിയുന്നില്ലല്ലോ. മെമ്മറി ഫുള്ള് ലോസായിരുന്നു. അറിയാൻ വയ്യത്. അവിടെ അണ്ടർപാസ് പൂർത്തിയായതല്ലായിരുന്നോ? അല്ലി ആണോ? അല്ലി എനിക്കറിയാം. എൻ്റെ പഴയ വീഡിയോ തപ്പിയാൽ മനസ്സിലാവും. ആ ഭാഗത്ത് ആ നീരാവിൽ പാലം കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ അണ്ടർപാസ് പെൻഡിങ് കിടക്കുന്നു. അവിടെ അണ്ടർപാസ് പൂർത്തിയായതല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നീരാവിൽ ആ പാലം കഴിഞ്ഞ് അണ്ടർപാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഈ ഇടയ്ക്ക് ടാർ ചെയ്താണ് കേട്ടോ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ അണ്ടർപാസ് ഇത് അതിന് ശേഷം വന്ന അണ്ടർപാസ്സാണ്. ഇത് ടോൾ പ്ലാസയ്ക്ക് മുമ്പ് വന്ന അണ്ടർപാസ്സാണ്. അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അവിടെ അണ്ടർപാസ് പൂർത്തിയായതാണ്. അത് വീണ്ടും അത് പൊളിച്ചെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അവിടെ മുമ്പ് അണ്ടർപാസ് ഉണ്ട്. എന്ത് കാരണത്തിലാണ് അത് പൊളിച്ച് മാറ്റിയതെന്ന് പറയണേ. ഇവിടെ കുറച്ചാളില്ലായിരുന്നു. ഇത് പഴയ ടോൾ പ്ലാസയ്ക്ക് മുമ്പ് ഇവിടെ ഒരു അണ്ടർപാസ്, അത് വളരെ വേഗത്തിൽ പണി പൂർത്തിയായിച്ച അണ്ടർപാസ്സാണ് കേട്ടോ. അത് കുറച്ച് നാളായതേ ഉള്ളൂ പണി തുടങ്ങിയിട്ട്. അത് പൂർത്തിയായി. അതിൻ്റെ മേളിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. വാവ്, അടിപൊളി. ഇവിടെ ആയിരുന്നു ടോൾ ബൂത്ത് കേട്ടോ. പഴയ ടോൾ ബൂത്ത് ഇവിടെ ആയിരുന്നു.
അവിടെ ടോൾ ബൂത്ത് എന്നൊരു കാര്യം ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ഫാസ്റ്റായിട്ട് നടന്നു. വർക്ക് ഇവിടെ പണി പൂർത്തീകരിച്ച് റോഡിൻ്റെ പണിയൊക്കെ അടിപൊളിയായിട്ട് പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടവൂർ പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം. ഗഡറുകളൊക്കെ എല്ലാം സ്ഥാപിച്ച് കോൺക്രീറ്റ് വർക്കൊക്കെ തുടങ്ങിയോ, അത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. പാലത്തിൻ്റെ പണി ഈ ഭാഗത്ത് ഞാൻ മുമ്പേ കാണിച്ച പാലം പോലത്തെ പാലത്തിൻ്റെ പണി പോലെയാണ് നിലവിലുള്ളത്. 2 വരി പാതയാണ്. അത് പുതിയ പാലത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 3 വരി പാതയാണ് ആക്കുന്നത്. ഇപ്പോൾ 2 ഭാഗത്ത് 3 വരി പാതയാണ്. അതിൻ്റെ അങ്ങേ സൈഡിൽ നമുക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്തിൻ്റെ പണിയുണ്ട്. ഇവിടെ കുറേ ഭാഗം കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പഴയ പാലത്തിൻ്റെ ഒരു ഭാഗത്തെ ആ ക്രാഷ് ബാരിയറാണ്. അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടെ അപ്പുറത്തോട്ടാക്കും. പുതിയ പാലമായിട്ട് ഇത് മുമ്പേ കാണിച്ച പോലെ ജോയിൻ ചെയ്തിട്ടാണ് 3 വരി പാതയാക്കുന്നത്. 3 വരി പാലയാക്കുന്നത് കംപ്ലീറ്റ് വലിയൊരു പാലമായിട്ട് മാറിയിട്ടുണ്ട്. കേട്ടോ, കംപ്ലീറ്റ് ഇതിപ്പോൾ വലിയ ഒറ്റ ഒരു പാലമായിട്ട് മാറിയിട്ടുണ്ട്. അവിടുന്ന് ഇത്ര വീതിയിലാണ്, ഏകദേശം 30 മീറ്റർ വീതിയോളം ഉള്ള ഒരു വലിയൊരു പാലമായിട്ട് മാറിയിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ വർക്ക് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ ഉള്ളു ഇവിടെ കോൺക്രീറ്റ് വർക്കിൻ്റെ പണി. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ബാറ്ററി ചാർജ് തീരും. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാവനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി ചാർജ് തീരുന്നവരെ നമുക്ക് പോയി റോഡ് വർക്കുകൾ കാണാം. ഇപ്പം പഴയ ക്രാഷ് ബാരിയർ ഇവിടെയാണെങ്കിൽ മറ്റേത് കൈവരി കേട്ടോ, അപ്പുറത്ത് ക്രാഷ് ബാരിയർ അപ്പുറത്തൂടെ കേട്ടോ. അപ്പോൾ ഇവിടം വരെ ഉള്ളു പാലം. പാലത്തിൻ്റെ പണി ഏകദേശം ആർക്കായി. ഞാൻ കൊല്ലം ബൈപ്പാസിൽ 8 മാസം കഴിച്ച് വന്നിട്ടും പാലത്തിൻ്റെ പണി കണ്ടിട്ടാണ് ഞെട്ടിയിരിക്കുന്നത്. പാലത്തിൻ്റെ പണിയൊക്കെ പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടം വരെ ബാറ്ററി ചാർജ് നിന്നു. താങ്ക് യു ഗോപ്രോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സൊമാറ്റോ വ്ളോഗും കൊല്ലത്തെ സൊമാറ്റോ വ്ളോഗും ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതേപോലെ തന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ കുറച്ച് ദിവസത്തിനാണ് നമ്മൾ എടുക്കുന്നതായിരിക്കും. 2 ദിവസം വെയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയി എടുക്കും. നാളെ തൊട്ട് നമ്മൾ സൊമാറ്റോ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. കൊല്ലത്തെ കാഴ്ചകൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് സബ്സ്ക്രൈബായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും കമൻറ്റായിട്ട് വരിക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.